Hello students, this is Mishal Hamza, your tutor for the paper Strategic Business Reporting SBR. So coming December 7th നമ്മുടെ SBR examination ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട് to score good marks and clear the paper. First thing, you revise the topics which you have already learned. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത് അത്രക്കും നല്ലതാണ്. ബിക്കോസ് ദർ ഈസ് ഓൾവേസ് എ ടെൻഡൻസി ദാറ്റ് യു മൈറ്റ് ഫോർഗെറ്റ് ദി തിങ്സ് വിച്ച് യു ഹാവ് ഓൾറെഡി ലേൺഡ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച സ്റ്റാൻഡേർഡ്സ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, നോട്ട്സ് വെച്ചിട്ട് അത് റിവൈസ് ചെയ്യുക. സ്റ്റാൻഡേർഡ്സിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് IAS 36 ഇമ്പയർമെൻറ്റ്, 38 ഇൻടാഞ്ചിബിൾ എസേറ്റ്, അതുപോലെ തന്നെ IFRS 5 NCA ഹെൽത്ത് ഫോർ സെയിൽ, IFRS 9 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, IAS 12 ടാക്സേഷൻ, IFRS 15 റവന്യൂ, ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് IFRS 2, ഈ പറയുന്ന IAS 19 എംപ്ലോയി ബെനിഫിറ്റ്സ്, ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി ബേസിൽ ഒന്ന് റിവൈസ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ ഡെഫിനറ്റ്ലി ACCAയുടെ വെബ്സൈറ്റിലുള്ള ഈ ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നിങ്ങൾ വായിക്കേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രീക്വൻ്റ്ലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കറണ്ട് ഇഷ്യൂസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തണം. സോ മാനേജ്മെൻറ്റ് കമൻട്രി, അതുപോലെ തന്നെ നമ്മുടെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്, ഇൻറ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ ആ ഒരു ടൈമിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ക്രൗഡ് ഫണ്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ദിസ് ടൈം എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഒരിക്കലും മറന്നുപോകാത്തൊരു കാര്യം, നിങ്ങൾ കൺസോളിഡേഷൻ വളരെയധികം ഇമ്പോർട്ടൻസിൽ റിവൈസ് ചെയ്യേണ്ടതാണ്. കൺസോളിഡേഷൻ വിൽ ബി യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ 30 മാർക്സ്. അത് പുതിയ അപ്രോച്ചിൽ ആ ഒരു പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റ് റെസ്പോൺസ് ഓപ്ഷൻ, ആ രീതിയിൽ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. സെക്കൻഡ്ലി, you should do maximum questions of the paper SBR from the ACCA പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ റീസെൻ്റ് ആയിട്ടുള്ള പാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രാക്ടീസിങ് ഇറ്റ് ഫ്രം ദി പ്ലാറ്റ്ഫോം ഇറ്റ് സെൽഫ്, നോട്ട് ഫ്രം യുവർ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, എക്സൽ, വേർഡ് എക്സെട്ര. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു ആൻസർ സോൾവ് ചെയ്യാനുള്ള ആ ഒരു സ്കീം നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ടതാണ്. 1 മാർക്കിന് 1.8 മിനിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ടൈമിംഗ്. സോ ആ ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനുള്ളിൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ട്രൈ ടു റീഡ് ദി റിക്വയർമെൻറ്റ് പ്രോപ്പർലി. റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള ആൻസർ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. സോ റിക്വയർമെൻറ്റ് വായിച്ച് മനസ്സിലാക്കുക സ്ലോലി. റിക്വയർമെൻറ്റിനെ പറ്റുമെങ്കിൽ ചെറിയ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്ത് ഓരോ റിക്വയർമെൻറ്റിനും നിങ്ങൾ ആൻസർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റൂ. സോ റീഡ് ദി ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഫ്രെയിമിംഗ് ദി ആൻസർ പ്രോപ്പർലി. സോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ആൻസറിങ്ങിൻ്റെ ആ ഒരു ഫ്രെയിം, ആ ഒരു സ്ട്രക്ചർ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ആൻസേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ്. ആൻസർ ഒരിക്കലും പെർഫെക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ റിവിഷൻ കിറ്റ് പോലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടർ ചെയ്ത പോലത്തെ ഒരു ആൻസർ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ എ സ്റ്റുഡൻറ്റ് ആൻഡ് യു ആർ റൈറ്റിംഗ് ദി എക്സാമിനേഷൻ അണ്ടർ പ്രഷർ കണ്ടീഷൻ. നിങ്ങൾ എക്സാമിനേഷനിൽ ഒരു പ്രഷർ കുക്കറിൻ്റെ അകത്ത് അത്രക്കും പ്രഷറിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടാവുക. സോ ഈ ആൻസർ നീ നോട്ട് ബി പെർഫെക്റ്റ്, യു ആൻസർ നീ നോട്ട് ബി 100% കറക്റ്റ്. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. സോ റിവിഷൻ കിറ്റിലെ പോലത്തെ ഒരു ആൻസർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. റിക്വയർമെൻറ്റ് വായിക്കുക, റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ആൻസർ നിങ്ങൾ കൊടുക്കുക. ഡോണ്ട് തിങ്ക് വെദർ ദിസ് വിൽ ബി കറക്റ്റ് ഓർ നോട്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു പേടി നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആൻഡ് ദ ആൻസർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പൊതുവേ ഫോളോ ചെയ്യുന്ന ഫോമാറ്റ്, ഫസ്റ്റ് ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ നോളേജ് പാർട്ട്, ആ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി സിനാരിയോ കണക്ട് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ കാണിക്കേണ്ടതാണ്. പലപ്പോഴും സ്റ്റുഡൻസ് കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോളേജ് പാർട്ട് മാത്രമേ എഴുതും, സ്റ്റാൻഡേർഡ് എക്സ്പ്ലെയിൻ ചെയ്യും, പക്ഷേ സിനാരിയോ കണക്ട് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കാറില്ല. അതിനും മാർക്സ് ഉണ്ട്. അത് നിങ്ങൾ പറ്റുന്നത് പോലെ ചെയ്യുക. പൊതുവേ സ്റ്റുഡൻസ് ഈ ആപ്ലിക്കേഷൻ ചെയ്യാത്തത് തെറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. തെറ്റുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. തെറ്റിയാലും നിങ്ങളുടെ ആൻസർ തെറ്റിയാലും നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷന് ദേ വിൽ ഗിവ് യു മാർക്സ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ അറ്റൻഡിങ് ദി ക്വസ്റ്റ്യൻ fully and properly. Third one, do at least one mock exam under exam condition.
ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ യുവർ സക്സസ്. നിങ്ങളൊരു മോക്ക് എക്സാം എഴുതണം, അത് നിങ്ങളുടെ ട്യൂട്ടറെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടോ ഇവാലുവേറ്റ് ചെയ്ത് മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. സോ മോക്ക് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് വെച്ച് എക്സാം കണ്ടീഷനിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. മോക്ക് എക്സാം നടത്തിയതിന് ശേഷം അതൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക, സോ ദാറ്റ് ദീസ് ഇഷ്യൂസ് വോണ്ട് കം അപ്പ് അറ്റ് യുവർ മെയിൻ എക്സാമിനേഷൻ. Fourth and the most important one, do attend the Xylem SBR revision marathon. സോ ലാസ്റ്റ് ടൈം നമ്മൾ നടത്തിയതുപോലെ തന്നെ ഈ ഒരു സെഷനിലും SBRൻ്റെ ഒരു റിവിഷൻ മാരത്തോൺ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ യൂട്യൂബ് ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഈ ഒരു മാരത്തോണിൽ ഐ വിൽ ഡിസ്കസ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഐ വിൽ ഡു 2-3 questions to make sure that you will get the sufficient knowledge and application skill to clear the paper. അപ്പോൾ നിങ്ങൾക്കൊരു മിനിമം 50 മാർക്ക് സ്കോർ ചെയ്യാനുള്ള വകുപ്പ് അത് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ 70-80 സ്കോർ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ റാങ്കിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളും ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. സോ പ്ലീസ് ഡു അറ്റൻഡ് ദാറ്റ്. സോ ഫൈനലി, നോ നീഡ് ടു പാനിക്. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് അതൊക്കെ സഫിഷ്യൻ്റ് ആണ് ടു ക്ലിയർ ദി പേപ്പർ. You need not do more and more and more. Whatever you have done is sufficient to clear the paper. So വെറുതെ പാനിക് അടിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു മിതമായ രീതിയിൽ എക്സാമിനേഷൻ വരെ ചെയ്തുകൊണ്ടിരിക്കുക. ടോപ്പിക്സ് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ക്ലിയർ ദി പേപ്പർ ദിസ് ടൈം അറൗണ്ട്. So good luck for your examination. Bye-bye. Thank you.